എനിക്കൊരു പൊട്ടിത്തെറിക്കാനുള്ളത്. കാരണം സന്തോഷ് വർക്കിന്ന് ആറാട്ടണം എന്ന് പറഞ്ഞ വ്യക്തി എന്നെപ്പറ്റി ഒരുപാട് പറയുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല, നോ കമൻസ്. പക്ഷേ ഇന്നലെ ഒരു കാര്യം, എൻ്റെ പേര് എഴുതിയിട്ട് ഒരു ഹോട്ടലിൻ്റെ കണ്ടൻറ്റ് ചെയ്തു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷെ ഞാൻ നേരിട്ട് ഇറങ്ങില്ല. കാരണം ഈ വ്യക്തിയെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ഗേൾസ് ഉണ്ട്, മനസ്സിലായ? ഓൾ കേരള അലിൻ ജോസ് പെരേര ഫാൻ ഗേൾസ് കമ്മ്യൂണിറ്റി ഉണ്ട്. കൊച്ചിയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, മലപ്പുറത്തുണ്ട്, കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്. എല്ലായിടത്തും ഓൾ കേരള അലിൻ ജോസ് പെരേര ഗേൾസ് ഫാൻസ് ഉണ്ട്. അപ്പോൾ അവരെ കൊണ്ട് തല്ലിപ്പിക്കാനാണ് പ്ലാനിങ്. തല്ലി കിട്ടിയാൽ പുള്ളി പഠിക്കും. കാരണം എന്താ? കാരണം ശുദ്ധ പണ്ടത്തരമല്ലേ, തെണ്ടിത്തരം കാണിക്കുന്നത്. കാരണം അലിൻ ജോസ് പെരേര തെണ്ടിത്തരം കാണിച്ചെന്ന് പറഞ്ഞാൽ എഴുതിയിട്ടാണ്. പക്ഷേ ഞാൻ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് ബ്ലോഗ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ പണ്ട് ഒരു വർഷത്തിന് മുന്നേ ഫുഡ് ബ്ലോഗ് ചെയ്ത് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫുഡ് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലാണ്ട് ഒരിക്കലും ഭക്ഷണം കൊള്ളില്ലെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനങ്ങനെ ഡെഡ് ചിക്കൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറയുന്നുണ്ട്. അതൊക്കെ എനിക്ക് വളരെ മോശമായിട്ട് തോന്നുന്നു പുള്ളി കാണിക്കുന്ന പല കാര്യങ്ങളും. പുള്ളി എന്താ പറയുക, ഫുഡിൻ്റെ വ്ളോഗ് പേയ്മെൻറ്റ് മനുഷ്യർ ചെയ്തിട്ട് അതിനകത്ത് എൻ്റെ പേര് കൂട്ടിച്ചേർത്ത് റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്ന പരമ ബോറാണ്. അങ്ങനെ ബോറ് പരിപാടി കാണിക്കുമ്പോൾ പുള്ളിയുടെ കൈയും കാലും തല്ലുപിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ പെണ്ണുങ്ങളെ ഏർപ്പാടാക്കും. ആണുങ്ങളെ ഏർപ്പാടാക്കുമ്പോൾ നമ്മൾ ജയിലിൽ പോകേണ്ടി വരും. പെണ്ണുങ്ങളാകുമ്പോൾ പുള്ളിയെ ഹേറ്റ് ചെയ്യുന്ന ഒരുപാട് ഗേൾസ് ഉണ്ട്, പുള്ളിയെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ. അപ്പോൾ അവരെ കൊണ്ട് തല്ലുകൊള്ളുമ്പോൾ പെണ്ണുങ്ങളുടെ രണ്ടിലെ തല്ലുകൊള്ളുമ്പോൾ പുള്ളി പഠിക്കും. സ്ത്രീ അമ്മയാണ്, ദേവിയാണ്. അപ്പോൾ സ്ത്രീകളുടെ തല്ല് പുള്ളി കൊള്ളുമ്പോൾ പുള്ളി പഠിക്കും അലിൻ ജോസ് പെരേര ആരാണെന്ന്. ഇരുട്ടടിയായിരിക്കും രാത്രി, നോക്കിയിരുന്നു നടക്കുന്ന സ്ത്രീകളെ കൊണ്ട് തല്ലിപ്പിക്കും.